ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയില, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യവസായ തന്ത്രങ്ങൾ തുറന്നു കാട്ടുക എന്നതാണ് ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിനത്തിന്റെ പ്രമേയം. ശക്തമായ നിയമ പോരാട്ടത്തിനൊടുവിൽ കേരളത്തിലെ പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചിട്ട് 26 വർഷം പൂർത്തിയാവുകയാണ്. പുകവലിക്കുന്നവർ സ്വന്തം ശവക്കുഴി കുഴിക്കുക മാത്രമല്ല, പുകവലിക്കാത്തവരുടെ ജീവനും കൂടിയാണ് അപകടത്തിലാക്കുന്നത്. ഭരണഘടന ഉറപ്പു നൽകുന്ന ജീവിക്കാനുള്ള അവകാശത്തെയാണ് അത് ലംഘിക്കുന്നത്. പൊതുസ്ഥലത്ത് പുകവലി നിരോധിച്ചുകൊണ്ടുള്ള കേരള ഹൈക്കോടതിയുടെ ഉത്തരവിലെ വാക്കുകളാണിത്. 1999 കേരള ഹൈക്കോടതിയുടെ സുപ്രധാന ഉത്തരവാണ് പൊതുസ്ഥലത്തെ പുകവലി നിരോധിച്ചത്. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന AR ലക്ഷ്മണനും ജസ്റ്റിസ് K നാരായണക്കുറുപ്പും അടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതായിരുന്നു ഉത്തരവ്. അതിലെല്ലാം ഈ ടൊബാക്കോ പറ്റിയുള്ളതും ബാക്കിയുള്ളതും പലതും നോക്കും. ഇത് കാണുമ്പോൾ അപ്പോൾ അത് കട്ട് ചെയ്ത് മാറ്റി വയ്ക്കും. ന്യൂസ് പേപ്പർ വായിക്കും, 6 ന്യൂസ് പേപ്പർ ഡെയിലി വായിക്കാം. അപ്പോൾ അതിൻ്റെ അർത്ഥം ഇത് ടൊബാക്കോ പറ്റി കാണുമ്പോൾ അപ്പോൾ ആ ഭാഗം ക്ലിപ്പ് ചെയ്ത് മാറ്റി വയ്ക്കും. അപ്പം ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്താണ് ലോകത്തെമ്പാടുമുള്ള സ്റ്റഡീസിനെ പറ്റി നമുക്കൊരു അവലോകനം ചെയ്യാൻ പറ്റും. അതെല്ലാം ഈ ജഡ്ജ്മെൻറ്റിൽ ഇൻകോർപ്പറേറ്റ് ചെയ്ത് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇത് പറയുന്നത്, ദിസ് ജഡ്ജ്മെൻറ്റ് ഈസ് എ ട്രീറ്റൈസ് ഓൺ ലോ ആൻഡ് മെഡിസിൻ എന്നാണ് പറയുന്നത്, അറിയപ്പെടുന്നത് ഇന്ത്യക്ക് പുറത്തും ഇന്ത്യയിലും. കോട്ടയം BCM കോളേജിൽ പ്രൊഫസറായിരുന്ന മോനമ്മ കോക്കാടും കോഴിക്കോട് രാമനാട്ടുകര സ്വദേശി K രാമകൃഷ്ണനുമായിരുന്നു പുകവലി നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിച്ചത്. ഇവരുടെ പോരാട്ടമാണ് പൊതുസ്ഥലങ്ങളിൽ വാശിയോടെ വലിച്ചു തള്ളിയ വിഷപ്പുകയ്ക്ക് അറുതി വരുത്തിയത്. ലോകത്ത് ഒരു ഹൈക്കോടതിയിൽ നിന്നും ഇങ്ങനെ ഒരു വിധി വന്നത്, അതായത് പൊതുസ്ഥലങ്ങളിൽ പുകവലി നിരോധിച്ചുകൊണ്ടുള്ള ഒരു വിധി വന്നത് ലോകത്ത് ആദ്യം തന്നെ ഇവിടെ നിന്നാണ്, കേരള ഹൈക്കോടതിയിൽ നിന്നാണ് ചരിത്രം പറയുന്നത്. എന്തായാലും ആ വിധി വളരെ 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 പ്രയോജനം മനുഷ്യർക്കുണ്ടാക്കിയ ഒരു വിധിയായിരുന്നു. ആ വിധിയെ തുടർന്ന് അന്ന് പോലീസ് വളരെ വളരെ ജാഗ്രതയോടെ പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നവരെ എല്ലാം പിടികൂടി ഫൈനടിച്ചു. കുറേ നാളുകൊണ്ട് പുകവലി അപ്രത്യക്ഷമായി എന്ന് തന്നെ പറയാം. ഒരു സിഗരറ്റ് ഒരു വ്യക്തിയുടെ ആയുസ്സിന്റെ ഏകദേശം 20 മിനിറ്റ് വെട്ടിച്ചുരുക്കുമെന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. ആഗോളതലത്തിൽ ഏതാണ്ട് 80 ലക്ഷത്തോളം ആളുകളുടെ ജീവൻ പുകയില ഓരോ വർഷവും കവരുന്നുവെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇതിൽ 70 ലക്ഷത്തോളം ആളുകൾ നേരിട്ടുള്ള പുകയില ഉപയോഗം മൂലവും 13 ലക്ഷത്തോളം ആളുകൾ പുകയില നേരിട്ട് ഉപയോഗിക്കാതെയും മരിക്കുന്നു. 1988 മുതൽ എല്ലാ വർഷവും ആചരിച്ചു വരുന്ന പുകയില വിരുദ്ധ ദിനത്തിന്റെ ഈ വർഷത്തെ പ്രമേയം പുകയില, നിക്കോട്ടിൻ ഉൽപ്പന്നങ്ങൾ എന്നിവയെക്കുറിച്ചുള്ള വ്യവസായ തന്ത്രങ്ങൾ തുറന്നുകാട്ടുക എന്നതാണ്. പുകയില വ്യവസായത്തിന്റെ സ്വാധീനത്തിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുക എന്നതിലാണ് ഇന്ത്യ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത്. സ്വന്തം ജീവിതത്തോടൊപ്പം മറ്റുള്ളവരെയും ഇഞ്ചിഞ്ചായി കൊല്ലുന്ന പുകവലി ഉപേക്ഷിക്കാനുള്ളതാകട്ടെ ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിനം. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.